Hi everyone. അപ്പോൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിലെ ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ സ്കൂൾ കരിക്കുലത്തിലെ ടോപ്പിക് ആണ് നോക്കുന്നത്. ഏതാ ടോപ്പിക്? റോൾ ഓഫ് UNEP ഇൻ പ്രൊമോട്ടിംഗ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. UNEP എന്ന് പറഞ്ഞാൽ എന്താ? യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാം. ഇത് 1972 എന്ത് ചെയ്തിട്ടുള്ളത്? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് പ്ലേസ് ആൻഡ് ഫ്രീ റോൾ ഇൻ പ്രൊമോട്ടിംഗ് എൻവയോൺമെന്റൽ വേൾഡ് വൈഡിൽ നമുക്ക് എന്ത് കൊടുക്കണം? എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ കൊടുക്കും. അതാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലീഡിംഗ് എൻവയോൺമെന്റ് അതോറിറ്റി ഇൻ UN സിസ്റ്റത്തിലാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്? ലീഡ് ചെയ്ത്. ഇറ്റ് യൂസസ് ഇറ്റ് എക്സ്പെർട്ടൈസ് ടു സ്ട്രെങ്തൻ എൻവയോൺമെന്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രാക്ടീസ്. എൻവയോൺമെന്റുമായിട്ടുള്ള നമ്മുടെ പ്രാക്ടീസും സ്റ്റാൻഡേർഡും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? എക്സ്പെർട്ടൈസ് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊമോട്ട്സ് കോഓർഡിനേഷൻ എമംഗ് എൻവയോൺമെന്റ് ഓർഗനൈസേഷൻ ഫങ്ഷനിങ് അറ്റ് നാഷണൽ ഇന്റർനാഷണൽ. നാഷണൽ ലെവലാണെങ്കിൽ ഇന്റർനാഷണൽ ലെവൽ ഇവർ എന്ത് ഹെൽപ്പ് ചെയ്യും? ഒരു കോർഡിനേഷൻ കീപ്പ് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. It helps to implement environment obligation and organize program at global and national level. It makes assessment for environment education and trends at the global, national, regional levels. It is headquartered in Kenya. കെനിയയിലാണ് ഇത് ഹെഡ്ക്വാർട്ടർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലീഡർഷിപ്പും ഇന്റർനാഷണൽ കോപ്പറേഷനും എന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്ക് എടുക്കുന്നത്. ഇറ്റ് ഗൈഡ്സ് ഗവൺമെന്റ് ഇൻക്ലൂഡ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് കരിക്കുലം. Environment education and training program. UNEP runs environment education as a training unit ആയിട്ടാണ് UNEP ഇത് എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്നു, റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫേഴ്സ് ട്രെയിനിങ്, വർക്ക്ഷോപ്പ്, ടീച്ചിങ് മെറ്റീരിയൽ ഫോർ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് പോളിസി മേക്കിംഗ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ 1977 ടിഗ്ലിസി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിന്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെന്താ? ഇത്രയും കാര്യങ്ങളാണ് എന്തിന്റെ ഇതിൽ വരുന്ന റോൾ ഓഫ് UNEP ഇൻ പ്രൊമോട്ടിംഗ് എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ. അടുത്തെന്താണ്? റോൾ ഓഫ് CEE ഇൻ പ്രൊമോട്ടിംഗ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. എന്താണ് CEE എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സെന്റർ ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1984 അഹമ്മദാബാദിലാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സെന്റർ ടു ഡെവലപ്പ് പബ്ലിക് അവയർനെസ് ഓഫ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റലിൽ ഒരു പബ്ലിക് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. ദിസ് സെന്റർ വാസ് ലോഞ്ച്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. It is mission to enhance people's understanding the sustainable development through the stream of formal and non-formal and informal education. ഫോമൽ ആണെങ്കിലും ഇൻഫോർമൽ ആണെങ്കിലും ഏത് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇവരുടെ മിഷൻ എന്താണ്? ഡെവലപ്പ് സസ്റ്റൈനബിൾ ഡെവലപ്പ്, അണ്ടർസ്റ്റാൻഡിംഗ് സ്യൂട്ടബിൾ ഡെവലപ്മെന്റ് ത്രൂ ദ സ്ട്രീം ഓഫ് ദ ഫോം. ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദ മേജർ ഫങ്ഷൻസ് ഓഫ് CE ഇൻക്ലൂഡ് ദ ഫോളോയിങ്: ക്രിയേറ്റിംഗ് അവയർനെസ് among the people about the environment, developing material highlighting the importance of environment, promoting conservation of natural resources, encouraging the effective use of natural resources, equipping the people to address the environment education. അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്? CEന്റെ റോൾ വരുന്നത്. അടുത്ത ആരുടെ റോളാണ്? റോൾ ഓഫ് NCERT ഇൻ പ്രൊമോട്ടിംഗ് CE. ഇവിടെ നേരെ തിരിച്ച് അവിടെ CE പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് NCERTന്റെ റോളാണ് എന്ന് പറയുന്നത്. NCERTന്റെ ഫുൾ ഫോം നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. NCERT plays vital roles in facilitating transition and environment education in school across the country. NCERT ഭയങ്കര വലിയ റോളാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അക്രോസ് ദ കൺട്രിയിൽ നമ്മൾ കുറെയൊക്കെ പുറമെ രാജ്യം നോക്കുകയാണെങ്കിൽ അവർ NCERT തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇറ്റ് എൻകറേജ് അക്സെപ്റ്റ് ഓഫ് എൻവയോൺമെന്റ് സ്കൂൾ കരിക്കുലത്തിൽ ടു എക്യുപ്പൈസ് ടീച്ചേഴ്സ് ആൻഡ് ടീച്ചർ എഡ്യൂക്കേറ്റഡ് ട്രാൻസ്ഫർ TEFT. അതുപോലെ തന്നെ ഒരു വേറെ ടീച്ചറിനെ വെക്കുക. ഓക്കെ. NCERTത്തെ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഒക്കെ പഠിക്കാൻ വേണ്ടി വേറെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുക? ടീച്ചേഴ്സിന് ക്ലാസ് എടുത്ത് കൊടുക്കുക. ഇറ്റ് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് അവയർനെസ് ആൻഡ് എൻവയോൺമെന്റ് സ്റ്റുഡൻസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസിന് ഇതിന് അവയർനെസ്സും അതുപോലെ തന്നെ എന്തും വേണം? ഡെവലപ്പിംഗ് അവയർനെസ് ഓഫ് എൻവയോൺമെന്റ് സ്റ്റുഡൻസ്. അടുത്തെന്താണ്? ഇറ്റ് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് ദ NCERT ആക്ട് ആസ് ആൻ അപെക്സ് ബോഡി for developing curriculum material in connection with EE for facilitate effective learn same around the country. It is a research program in the field of EEE. നമ്മൾ പറഞ്ഞ NCERT as integrated environment സ്കൂളിലും സിലബസ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും ഹൈസ്കൂളിലൊക്കെ അത് കൊടുക്കുന്നുണ്ട് അല്ലെ? എന്തായിട്ട് കൊടുക്കുന്നത്? EVS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പറേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക, കൺസർവേഷൻ, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചൊക്കെ എന്ത് ഇവർ പഠനം കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ NCERT ടീച്ചർ ട്രെയിനിങ് മോഡൽസ് ആൻഡ് ക്ലാസ് റൂം മാറ്റേഴ്സ് അണ്ടർ ദിസ് പ്രോഗ്രാം. പിന്നെ ഓർഗനൈസ് ഓറിയന്റേഷൻ പ്രോഗ്രാം, വർക്ക്ഷോപ്പ്, ട്രെയിനിങ് സെക്ഷൻസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, കണ്ടക്ട് റിസർച്ച്, എൻവയോൺമെന്റ് പെഡഗോജി, കരിക്കുലം ഇവാലുവേഷൻ, ഇന്നോവേറ്റിംഗ് ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അടുത്തതിന്റെ ഫംഗ്ഷൻ, ദ മേജർ ഫംഗ്ഷൻസ് ഓഫ് NCERT: prepare curriculum and get guidelines for environment education to be tough in school, identify or develop suitable instructional strategy for teaching EE at school level, പിന്നെ providing training of each teachers to handle EE at school level,
Indicate research program in the field of EE, monitor the teaching of environment education at school level, develop suitable assessment technique to be used in EE classroom. ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത് NCERT-ന്റെ റോള് ഫങ്ഷൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായില്ലേ? താങ്ക് യു.